തെരുവുവിളക്കുകൾ ഉൾപ്പെടെയുള്ള കൃത്രിമ രാത്രി വെളിച്ചം മരണനിരക്ക് വർദ്ധിപ്പിക്കുമെന്നു പഠനം. തെരുവുവിളക്കുകളിൽ നിന്നുള്ളതുൾപ്പെടെ രാത്രിയിലെ കൃത്രിമ വെളിച്ചം രോഗപ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കുകയും സസ്തനികളിൽ മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നു ടെൽ അവീവ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു. വന്യജീവികളിൽ മാത്രമല്ല, മനുഷ്യന്റെ ആരോഗ്യത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും മൊത്തത്തിൽ വിശാലമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു പാരിസ്ഥിതിക ആരോഗ്യ അപകടമായി പ്രകാശ മലിനീകരണത്തെ കണക്കാക്കണമെന്നു ഗവേഷകർ പറയുന്നു. ന്യൂ എൻവയോൺമെന്റൽ സ്റ്റഡീസ് സ്കൂളും ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസും ചേർന്നാണ് പഠനം നടത്തിയത്. പരിസ്ഥിതിക മലിനീകരണത്തിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹാഗർ വാർഡിനൈമാന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് സസ്തനികളിൽ സ്വർണ്ണ സബൈനിമോസിലും സാധാരണ സെബൈനിമോസിലും പരീക്ഷണങ്ങൾ നടത്തി. പ്രകാശ മലിനീകരണത്തിന് വിധേയരായ എലികൾ LED ലൈറ്റിൻ, പ്രത്യേക കൂടുകളിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത വെളിച്ചത്തിന് വിധേയരായ എലികളെക്കാൾ 2.38 മടങ്ങ് കൂടുതൽ നിരക്കിൽ ചത്തു. ഈ എലികൾ ഒരു ഉദാഹരണം മാത്രമാണെന്ന പഠനത്തിന്റെ കണ്ടെത്തലുകൾ മനുഷ്യരിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും വാർഡി പറഞ്ഞു. തെരുവുവിളക്കുകളിൽ നിന്നുള്ളതുൾപ്പെടെ രാത്രിയിലെ കൃത്രിമ വെളിച്ചം രോഗപ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കുകയും സസ്തനികളിൽ മരണസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നു ടെൽ അവീവ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു. വന്യജീവികളിൽ മാത്രമല്ല, മനുഷ്യന്റെ ആരോഗ്യത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും മൊത്തത്തിൽ വിശാലമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു പാരിസ്ഥിതിക ആരോഗ്യ അപകടമായി പ്രകാശ മലിനീകരണത്തെ കണക്കാക്കണമെന്നു ഗവേഷകർ പറയുന്നു. ന്യൂ എൻവയോൺമെന്റൽ സ്റ്റഡീസ് സ്കൂളും ഫാക്കൽറ്റി ഓഫ് ലൈഫ് സയൻസും ചേർന്നാണ് പഠനം നടത്തിയത്. പരിസ്ഥിതിക മലിനീകരണത്തിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹാഗർ വാർഡിനൈമാന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് സസ്തനികളിൽ സ്വർണ്ണ സബൈനിമോസിലും സാധാരണ സെബൈനിമോസിലും പരീക്ഷണങ്ങൾ നടത്തി. പ്രകാശ മലിനീകരണത്തിന് വിധേയരായ എലികൾ LED ലൈറ്റിൻ, പ്രത്യേക കൂടുകളിൽ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത വെളിച്ചത്തിന് വിധേയരായ എലികളെക്കാൾ 2.38 മടങ്ങ് കൂടുതൽ നിരക്കിൽ ചത്തു. ഈ എലികൾ ഒരു ഉദാഹരണം മാത്രമാണെന്ന പഠനത്തിന്റെ കണ്ടെത്തലുകൾ മനുഷ്യരിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും വാർഡി പറഞ്ഞു.